ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MCA അഡ്മിഷൻ 2025 സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് 30th ജൂലൈ വരെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ആൻഡ് 31st അതിൻ്റെ റിസൾട്ടും വരും. അപ്പോൾ ഇതിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ നെയിമുള്ള എല്ലാ സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ, അഡ്മിഷൻ എടുക്കാത്തവർ, ടോക്കൺ ഫീ അടച്ച സ്റ്റുഡൻസ്, അടയ്ക്കാത്ത സ്റ്റുഡൻസ്, പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് കൊടുക്കാതെ വിട്ടുപോയ സ്റ്റുഡൻസ്, ഇങ്ങനെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെ പറയുമ്പോൾ എഴുതിയ എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റുഡൻസ്, പിന്നെ അതേപോലെ ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത സ്റ്റുഡൻസ്, നിങ്ങൾക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ കിട്ടുന്ന കോളേജിൽ തന്നെ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ കിട്ടിയ കോളേജും പോവും, നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജും പോവും. സോ അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുന്നേ തിങ്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കോളേജസ് മാത്രം കൊടുക്കുക. ബിക്കോസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എല്ലാ സ്റ്റുഡൻസും കുറേ ഓപ്ഷൻസ് കൊടുത്തു. ബട്ട് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സോ ഇതായിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കിട്ടിയാൽ ജോയിൻ ചെയ്യുമെന്ന് ഷുവർ ആയിട്ടുള്ള കോളേജ് മാത്രം നിങ്ങൾ കൊടുക്കുക. പിന്നെ എങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഡെമോ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ 2024 ആണ്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ബിക്കോസ് മേ ബി ഇൻ്റർഫേസൊക്കെ മാറി കാണും. ബട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ സെയിം ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ബട്ട് ചിലപ്പോൾ മാറിക്കാണും. അപ്പോൾ ഇതിലിപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വീഡിയോ, അത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ NOC വേണം. അത് കിട്ടിയാലേ നിങ്ങൾക്ക് സ്പെഷ്യലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് തിങ്, നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി ബേസിസിലായിരിക്കും നമുക്ക് കോളേജ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കോളേജ് ഏതാണോ അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ഇത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്, ഇതായിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ്. സോ ഇതിൽ എന്തെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് അതിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. സെക്കൻഡ് തിങ് ആണ്, ഓൾറെഡി കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടുള്ള കോളേജ്, ഇത് കിട്ടിയാൽ ജോയിൻ ചെയ്യുമെന്ന് ഷുവറായിട്ടുള്ള കോളേജ് മാത്രം ലിസ്റ്റിൽ കൊടുത്താൽ മതി. ഇതിലേത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ ഈ സീറ്റും പോവും, ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ എടുത്ത സീറ്റും പോവും. സോ നിങ്ങൾക്ക് ഷുവറിറ്റി ഉള്ള കോളേജ് മാത്രം, ഇത് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഷുവറായിട്ടുള്ള കോളേജ് ലിസ്റ്റ് മാത്രം ഇതിൽ കൊടുത്താൽ മതി. പിന്നെ പ്രയോറിറ്റി ആണ്, നിങ്ങൾ ഏത് കോളേജാണോ ഫസ്റ്റിൽ കൊടുക്കുന്നത് അതിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി അങ്ങനെയായിരിക്കും. ഫസ്റ്റ് കൊടുക്കുന്ന കോളേജിന് ഹയസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് ഉള്ളതിന് ഫസ്റ്റിനേക്കാളും പ്രയോറിറ്റി കുറവായിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജ് ഏതാണോ അത് ഫസ്റ്റ് ഓപ്ഷനിൽ വെക്കണം. പിന്നെ ഇതിൽ ഓൾറെഡി LBS ത്രൂ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവിടെ നിന്ന് NOC മേടിക്കണം. NOC ഇല്ലാതെ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ ടോക്കൺ ഫീ അടച്ചിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ടോക്കൺ ഫീ അടയ്ക്കാത്ത സ്റ്റുഡൻസിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. എന്നാലേ സ്പോട്ട് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യണം. നമ്മളുടെ യൂസർ ID, പാസ്വേഡ് എല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് ഇവിടെ സൈഡിൽ 3 ലൈൻസ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പോട്ട് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള കോളേജിൻ്റെ നേരെ പ്ലസ് സൈൻ ഉണ്ട്. ഇതിൽ എല്ലാ കോളേജിൻ്റെ നേരെയും പ്ലസ് സൈൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണോ വേണ്ടത് അതിൽ പ്ലസ് സൈൻ കൊടുക്കാം. പ്ലസ് സൈൻ കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്കത് അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കാം. അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കുമ്പോൾ അത് സേവ് ആയിക്കോളും. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അത് ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ കോളേജ് നിങ്ങൾക്ക് ഏത് കോളേജാണോ വേണ്ടത് അതിന് നേരെയുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യണം. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കോളേജ് ഓപ്ഷൻസ് വരും. അതിൽ അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുത്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജസൊക്കെ കൊടുത്തിട്ട് ഓരോ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുക്കണം. ലാസ്റ്റ് നിങ്ങൾ എല്ലാ കോളേജും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ കോളേജും സെലക്ട് ചെയ്തിട്ട് പ്രിഫറൻസ് എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വരും ഓപ്ഷൻസ് 1 സബ്മിറ്റഡ് കനോട്ട് ബി ഡിലീറ്റഡ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ഓക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രിഫറൻസ് ലിസ്റ്റ് വരും. അതിൻ്റെ അടുത്ത് തന്നെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഡൗൺലോഡ് കൊടുത്ത് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാം ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. താങ്ക്